മാതാ അമൃതാനന്ദമയി അമൃതപുരിയിലേക്ക് ഒരു യാത്ര. ലോകത്തിലുള്ള എല്ലാവർക്കും മാനസികാരോഗ്യം നൽകി പുരോഗതിയിലേക്ക് അമ്മ എങ്ങനെ ഉയർത്തുന്നു? ഞാനിപ്പോൾ നിൽക്കുന്നത് ബോട്ട് ജെട്ടിയിലാണ്. ശാസ്താംകോട്ട ലേക്കിലേക്കുള്ള വഴിയിലാണ്. അവിടെ നിന്ന് ഞാൻ മാതാ അമൃതാനന്ദമയിയുടെ ആസ്ഥാനത്തേക്ക് പോകുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അമ്മ ലോകത്തിലെ ആത്മീയ നേതാവും സന്യാസിനിയും ആവുന്നു. ഓരോ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും ഉയർച്ചയ്ക്ക് നമുക്ക് ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും അത്യാവശ്യമാണ്. ചില നേതാക്കൾ ജനങ്ങളോട് മനുഷ്യ ബോംബായി മാറി നമ്മുടെ രാജ്യത്തെ വിഭജിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ മതം മാത്രമാണ് നല്ലതെന്നും മറ്റു മതങ്ങളെല്ലാം മോശമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുകയും ചിലർ ചെയ്യുന്നു. യുവജനങ്ങൾക്ക് ചാരായവും ലഹരി സാധനങ്ങളും കൊടുത്ത് ചില നേതാക്കൾ അവരുടെ തെമ്മാടിക്കൂട്ടങ്ങളെ ഉണ്ടാക്കുന്നു. ദൈവം ഇല്ലെന്നും പരസ്യമായി പറയുകയും രഹസ്യമായി രാത്രിയിൽ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് മനധൈര്യം കിട്ടി പ്രവർത്തിക്കുന്ന നേതാക്കളും നമുക്കുണ്ട്. ലഹരി കൊടുത്ത് ജെൻസെറ്റ് എന്നീ കോമാളിക്കൂട്ടങ്ങളെ സൃഷ്ടിച്ച് രാജ്യത്ത് കലാപം ഉണ്ടാക്കാനും നേതാക്കളും ഇവിടെയുണ്ട്. കോർപ്പറേറ്റുകളെയും സാമ്രാജ്യ ശക്തികളെയും പരിഹസിക്കുമ്പോൾ തന്നെ ഇവരുടെ കുട്ടികളെ വിദേശ സർവകലാശാലകളിൽ വിട്ട് പഠിപ്പിക്കുന്നു. യുവജനങ്ങൾക്ക് കഞ്ചാവ് കൊടുത്ത് ജയിലിലേക്ക് അയക്കുകയും ചെയ്യുന്നു. നമ്മുടെ അമ്മ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന അമ്മയാണിത്. ജയിലുകളിൽ കഴിയുന്ന കൊടും ക്രിമിനലുകൾ അമ്മയുടെ പ്രസംഗം കേട്ട് നല്ല വ്യക്തികളായി മാറുന്നു. നല്ല മനുഷ്യൻ്റെ ഗുണങ്ങൾ നേടിയെടുക്കുവാൻ അമ്മ ജനങ്ങളെ ഉപദേശിക്കുന്നു. ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും ജനങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ സാമ്പത്തികമായി ഉയർന്ന ജനങ്ങൾ അമ്മയ്ക്ക് ഉദാരമായി സംഭാവന കൊടുക്കുന്നു. ഗുരുദക്ഷിണയാണിത്. ലോക നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ജനങ്ങൾക്ക് അമ്മ വളരെ വിലക്കുറവിലും സൗജന്യമായി നൽകുന്നു. ജനങ്ങൾക്ക് അപകട നിവാരണ നിധി, സൗജന്യ ഭവനങ്ങൾ, വിധവകൾക്ക് സൗജന്യ പെൻഷൻ എന്നിവ നൽകുന്നു. അമൃതപുരി അമ്മയുടെ ജന്മസ്ഥലമാണ്. ഇത് 100 ഏക്കറിൽ പരന്നു കിടക്കുന്നു. കൊല്ലം ജില്ലയിലെ വള്ളിക്കാവിലെ ഒരു സ്വർഗമാണിത്. അറബിക്കടലിനും വെമ്പനാട് കായലിൻ്റെ വലിയ ഒരു ശാഖാ കായലിനും ഇടയിൽ ദ്വീപ് മാതിരി ഇത് നിലകൊള്ളുന്നു. ആയിരക്കണക്കിന് ഭക്തர்களுം രാജ്യാന്തര അതിഥികളും ഇവിടെ സ്ഥിരമായി താമസിക്കുന്നു. ഏറ്റവും അടുത്ത വിമാനത്താവളം തിരുവനന്തപുരമാണ്, 110 കിലോമീറ്റർ. അതിൻ്റെ അടുത്തത് എറണാകുളമാണ്, 140 കിലോമീറ്റർ. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കരുനാഗപ്പള്ളിയാണ്. 3 കായലുകൾ ഇതിനു ചുറ്റുമുണ്ട്. വെമ്പനാട് കായലും അതിൻ്റെ ശാഖകളും ഒന്ന്. രണ്ടാമത്തെ ശാസ്താംകോട്ട കായൽ. മൂന്നാമത്തെ പുന്നമട കായൽ. വഞ്ചി വീടുകളും ക്രൂയിസ് കപ്പലുകളും ഷിക്കാര കയാക്കിംഗ് ബോട്ടുകളും കൊല്ലം, ആലപ്പുഴ, എറണാകുളം ബോട്ട് ജെട്ടികളിലുണ്ട്. കുമരകം പക്ഷികേന്ദ്രം, പാതിരാമണൽ ദ്വീപ്, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ദ്വീപ് എന്നിവ നിങ്ങൾക്ക് സന്ദർശിക്കാം. അമ്മയ്ക്ക് എല്ലാ രാജ്യങ്ങളിലും ശാഖകളും ആശ്രമങ്ങളും ഉണ്ട്. കോടിക്കണക്കിന് വിദേശ ഭക്തர்களுണ്ട്. അമ്മയുടെ ഒരു മന്ത്രമോ കെട്ടിപ്പുണരലോ കിട്ടിയാൽ പിന്നെ മനഃശക്തി കൂടും, സാമ്പത്തിക അഭിവൃദ്ധിയും കൂടും. അമ്മയ്ക്ക് പിച്ചക്കാർ, സുപ്രീം കോടതി ജഡ്ജിമാർ, പ്രധാനമന്ത്രിമാർ, ഇങ്ങനെ എല്ലാതരം ഭക്തர்களுമുണ്ട്. അമ്മ ബ്രാഹ്മണ്യം നേടിയ ബ്രാഹ്മണൻ ആണ് എന്ന് പറയാം. അറിവിലൂടെ സേവനത്തിലൂടെ ആണ് ഈ സ്ഥാനത്തെത്തിയത്. ഇതുപോലെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ബ്രാഹ്മണൻ നേടിയവർ വേറെയുമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ, രാമായണം എഴുതിയ വാൽമീകി മഹർഷി, മഹാഭാരതം എഴുതിയ വ്യാസമുനി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ശ്രീ രവിശങ്കർ, സദ്ഗുരു, യോഗഗുരു, ബാബ രാംദേവ് എന്നിവർ ഈ കൂട്ടത്തിൽപ്പെടും. ജാതി പേര് സമൂഹത്തിൽ നിന്ന് പോകാത്തത് എന്തുകൊണ്ട്? 5000 വർഷങ്ങളായിട്ടും മഹാഭാരതത്തിലുള്ള യാദവ ജാതി ഇപ്പോഴും ഉണ്ടല്ലോ. കാരണം ഇതാണ്. നൂറ്റാണ്ടുകളായുള്ള കലാചാരം, സംസ്കാരം, ആചാരമര്യാദകൾ ഇവയുടെ പേരാണ് ജാതി. അത് ഇല്ലാതാകുന്നില്ല. ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങളാണ് മാറ്റേണ്ടത്. ശ്രീനാരായണ ഗുരുവും മന്നത്ത് പരപ്പനാവും അയ്യങ്കാളിയും ഇതിനുവേണ്ടി പോരാടി. ജാതിയും മതവും വേണ്ടെന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. താണ ജാതിക്കാരൻ അവരിലും താണ ജാതിയിൽപ്പെട്ടവരെ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല? ഇതിന് കാരണം ബ്രാഹ്മണനല്ല, വോട്ടിന് വേണ്ടി ഇറക്കുന്ന ഒരു നുണ മാത്രമാണ് ജാതി ഇല്ലാതാക്കുക എന്നത്. സംസ്കാര ഹത്യ ചെയ്യരുത്. സംസ്കാരം സംരക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ജെൻ സെഡ് എന്ന് പറയപ്പെടുന്ന ഒരു വിവരവുമില്ലാത്ത ഒരു തലമുറയാണ് നാം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പേപ്പട്ടികളെപ്പോലെ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു. മോശമായ സമൂഹവും മോശമായ അച്ഛനമ്മമാരും മോശമായ സാമൂഹിക വാർത്താ മാധ്യമങ്ങളുമാണ് ഇതിന് കാരണം. മദ്യത്തിനും ലഹരി സാധനങ്ങൾക്കും പുതിയ തലമുറയെ ഇവർ അടിമപ്പെടുത്തി. രാഷ്ട്രവിരോധികൾ ഇവരെ രാജ്യത്തിനെതിരെ തിരിച്ചുവിടുന്നു. നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. നല്ല മാതൃകയായി മാതാപിതാക്കൾ നല്ല ആചാരങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ വയസ്സുകാലത്ത് നിങ്ങളെ അവർ വൃദ്ധസദനങ്ങളിലാക്കും. പോലീസുകാർ, കുറ്റവാളികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ ഇവരുടെ ഒരു കൂട്ടുകെട്ട്, ഒരു ചെയിൻ ഉണ്ട്.
പലയിടത്തും നമുക്കിത് കാണാം. ജഡ്ജിമാർ ചിലപ്പോൾ ഇത് കാണുന്നുണ്ട്. ഈ കൂട്ടുകെട്ട് കാരണം നല്ല ആളുകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു. ധ്യാനം, ആത്മീയത, യോഗാസനം ഇവയെ എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അമ്മ ഇതാണ് പ്രചരിപ്പിക്കുന്നത്. നമുക്ക് ആയിരക്കണക്കിന് അമ്മമാർ ആവശ്യമുണ്ട്. ഇവർ നമ്മുടെ ബ്രെയിൻ വാഷ്, മസ്തിഷ്ക ഹത്യയും ആചാരഹത്യയും കൾച്ചറൽ ഹെഗിമണി, ജീനോസൈഡ് ഇവ തടയുന്നു. വിദേശ രാഷ്ട്രങ്ങൾക്ക് ഭാരതത്തിനെ അടിമപ്പെടുത്താൻ കഴിയാതെ ആക്കുന്നു. നമ്മുടെ പ്രശസ്ത എഴുത്തുകാരനായ രാഷ്ട്രീയക്കാരനായ ശശി തരൂർ എഴുതിയിട്ടുണ്ട്, മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഇന്ത്യയെ കീഴടക്കുന്നതിന് മുമ്പ് എല്ലാവിധത്തിലും ലോകത്തിൽ ഭാരതം ഒന്നാമതായിരുന്നു. നളന്ദ സർവകലാശാലയിൽ തീ അണയ്ക്കുവാൻ 6 മാസം എടുത്തു. ശരീരാരോഗ്യവും മാനസിക ആരോഗ്യവും ഉയർത്തുക. ഭാരതത്തെ കീഴടക്കാൻ ആർക്കും കഴിയില്ല. അമ്മയുടെ ദർശനവും ആലിംഗനവും എങ്ങനെ കിട്ടും? അമൃതപുരിയിൽ എത്തിയ ഉടനെ ഓഫീസിൽ പോയി ആധാർ കാർഡ് കാണിച്ച ടോക്കൺ വാങ്ങുക. ആ സമയത്ത് വരിയിൽ കയറി അമ്മയെ കാണുക. 300 രൂപ കൊടുത്ത് ഓൺലൈനിൽ മുറി ബുക്ക് ചെയ്യാം. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ വെളിയിൽ നിന്ന് വരുന്നവർക്ക് ദർശനം ഇല്ല. ബാക്കി നാളുകളിൽ പോകുക. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ആശ്രമത്തിലുള്ളവരുമായി ധ്യാനം, പൂജ എന്നിവ അമ്മ നടത്തും. അമ്മ വിദേശത്ത് നിന്ന് തിരിച്ചു വന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വള്ളിക്കാവിലേക്ക് പോകാൻ. നിങ്ങൾക്ക് ധ്യാനം, പ്രാർത്ഥന, വോളണ്ടറി സേവനം ഇവയിൽ ഏർപ്പെടാം. അമ്മ ജനിച്ച വീട്, ഗണപതി അമ്പലം, ആത്മീയ സാധനങ്ങളുടെ കട, സൗജന്യ ആഹാരം കൊടുക്കുന്ന ഓഡിറ്റോറിയം, കളരി എന്നിവ സന്ദർശിക്കാം. അമ്മ ലോകത്തിൻ്റെ ഒരു പോസിറ്റീവ് സ്പിരിറ്റായി നിലകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കാർഡ സ്കാൻ റിവീൽസ് വേരിയസ് ഡിഫക്ട്സ് ഓഫ് ദി ബോഡി. കാർഡ സ്കാൻ ഉടമ്പുള്ള പുറപാടുകളെ എടുത്തുകാട്ടും. ഹിസ്റ്ററി ആൻഡ് കൗൺസിലിംഗ്, തെറാപ്പി, ഡിപ്പെൻഡിംഗ്, മുദ്ര, ആദ്യ മുദ്ര, ബ്രഹ്മമുദ്ര.